ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസത്തെ വീഡിയോസാണിത്. അതായത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയ ആ ദിവസം ഞാൻ രാവിലെ മുതൽ എടുത്ത വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാം. കുറേ ദിവസം വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ട് അതിനുള്ള പ്രശ്നമൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഇതാ ഫസ്റ്റ് പണിയെടുക്കുന്നത് കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുകയെന്ന്. പിന്നെ ഒരു 3 കിലോ കേക്കിനുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് മുട്ട ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ഏലക്കയും ഒക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും കാര്യങ്ങളൊക്കെ ചേർത്ത് മൈദമാവൊക്കെ ചേർത്ത് നല്ല പോലെ കുഴച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതാ അനിയത്തിൻ്റെ മോന് ഓള് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഓന് 10ലൊക്കെ ചുടുന്നുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഓന് കൈ പൊള്ളിയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. ഓള് മോൻ്റെ സ്കൂൾ വണ്ടി വരുന്നതുകൊണ്ട് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇതാ ചോറൊക്കെ വാർത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിയലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പണിയാണ് അതൊക്കെ അനിയത്തി ഉണ്ടാക്കിയെടുത്തതാണ്. ഞാനിതാ അടുത്തതായിട്ട് കറണ്ട് പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് വേഗം പിന്നെ കുഴലപ്പത്തിനുള്ള ഇതൊക്കെ അരച്ച് റെഡിയാക്കി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 9:30 മണിക്ക് കറണ്ട് പോകുമെന്ന് പറഞ്ഞ്. പിന്നെ ഞാനിതാ മയോണിസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് അതിന് മയോണിസ് എങ്ങനെയാണ് ഉണ്ടാക്കൽ നട്ട്. ഞാൻ ഒരു 2 മുട്ടക്കുള്ള മയോണിസാണ് ഉണ്ടാക്കിയെടുത്തത്. അതിലേക്ക് 2 മുട്ട ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സീർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ മിക്സിയിൽ ഇങ്ങനെ അടിച്ചടിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അടിച്ച് ഇങ്ങനെ ടൈറ്റാക്കി എടുക്കലാണ്. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് അതും മാറ്റി വെച്ച് എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ കറണ്ട് പോയാലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറണ്ട് കൊണ്ടുണ്ട പണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മിക്സിയിലൊക്കെ ഇട്ടെടുക്കേണ്ട പണിയൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി ഒരു ഭാഗത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ കറണ്ട് പോയാലും പ്രശ്നമില്ല. പിന്നെ ഇതാ ഞാൻ കോണപ്പത്തിന് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കം ഉള്ളിയും ഒക്കെ ഞാൻ റെഡിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് എന്താ സംഭവിച്ചത്, എന്താ പറ്റിയത് എന്നൊക്കെ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ഇത് ഞാൻ ആ അപകടം നടക്കുന്ന ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുത്ത വീഡിയോസാണ്. ഈ വീഡിയോസിന് ശേഷം ഞാൻ പിന്നെ യാത്ര പോകുന്ന വീഡിയോസും എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എൻ്റെ എങ്ങനെയാണ് എനിക്ക് അപകടം സംഭവിച്ചതെന്നൊക്കെ വിവരിച്ചുകൊണ്ട് ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിപ്പം ആ ദിവസത്തെ എൻ്റെ പണികൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ ഞാൻ ഉള്ളിയും അരിഞ്ഞെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ പച്ചമുളകും നല്ല പോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം അരിഞ്ഞതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല പോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഉള്ളിയും കൂടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതും മുറിച്ചതും കൂടി അതിലേക്കിട്ട് നല്ല പോലെ വഴറ്റിയതിന് ശേഷം ഇതാ പിന്നെ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കം കൂടി അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇതാ പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് അധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത് പൊടിച്ചതും പിന്നെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി അതൊന്ന് തണിയാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിനേക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്നില്ല, അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പിന്നെ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ പിന്നെ ചപ്പാത്തിൻ്റെ പരുവത്തിനൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇന്ന് പിന്നെ നമ്മുടെ പൂരിക്ക് എടുക്കുന്നില്ലേ അത്രയും ഇല്ല അതുപോലെ. എന്നിട്ട് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് ജസ്റ്റ് അപ്പുറം ഇപ്പുറം തിരിച്ചു മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ പരത്തിയതൊക്കെ എന്നിട്ട് ഇതാ ഇതുപോലെ അട്ടിക്ക് വെച്ചിട്ട് 2 ഭാഗമായിട്ട് മുറിച്ചെടുക്കണം. അതായത് നേർപകുതിയായിട്ട്. നമ്മൾ സമൂസക്കൊക്കെ 4 ഭാഗമായിട്ടല്ലേ മുറിച്ചെടുക്കൽ, ഇതിന് നമ്മൾ പകുതിയായിട്ട് മുറിച്ചെടുക്കുക. അതൊക്കെ മുറിച്ച് റെഡിയാക്കി അവിടെ വെച്ചതിന് ശേഷമാണ് ഞാൻ നാസ്ത കഴിക്കാൻ വേണ്ടി പോയത്. 10ലും ബീഫ് കറിയാണ് ഉണ്ടായത്. അപ്പം ഒരു 3 പത്തിലെടുത്തിട്ടുണ്ട്. കുറച്ച് ബീഫ് കറിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:30 മണിയായിട്ടുണ്ട് ഞാൻ നാസ്ത കഴിക്കുമ്പോൾ. അങ്ങനെ ഇതാ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് അവിടുന്ന് നല്ല പോലെ നാസ്ത കഴിക്കുകയെന്ന്. എന്നിട്ട് വേണം ബാക്കി പണിയൊക്കെ തുടരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടും വന്നുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ തന്നെ
വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മയോണിസില്ലേ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഇതാ നമ്മുടെ നേരത്തെ ആക്കി വെച്ച ഷീറ്റിലെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലെ കോണുകളുള്ള നമ്മൾ പിന്നെ കോൺ ഐസ്ക്രീമൊക്കെ ഇല്ലേ അതിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ വീഡിയോയിൽ കാണും പോലെ അതിൽ മൈദ മാവ് ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറയെ അങ്ങ് വെച്ച് കൊടുക്കണം. അതായത് നല്ല പോലെ ഒന്ന് അമർത്തിയതിന് ശേഷം വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളത് വീണ്ടും സേമിയത്തിലൊക്കെ മുക്കുമ്പോൾ അത് ഫുള്ള് ഒന്ന് ലൂസായിട്ട് ഫുള്ള് താഴേക്ക് തന്നെ വീകും. അതുകൊണ്ടാന്ന് പറയുന്നത് നല്ല പോലെ ടൈറ്റ് ആക്കിയിട്ട് അമർത്തി കൊടുക്കണം. അങ്ങനെ ഇതാ ഓരോ ഭാഗവും ഞാൻ നിറച്ചെടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു മുട്ടപ്പഴത്തിൻ്റെ പീസ് ഒരു ചെറിയ കഷ്ണം തിന്ന് നോക്കുന്നുണ്ട്. നല്ല മധുരമൊക്കെ ഉണ്ട്. അത് ജ്യൂസ് അടിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിങ്ങനെ തിന്നതിന് പിന്നെ ഇതാ നേർത്ത സേമിയല്ലേ അത് ഇതുപോലെ നല്ലോണം കൈവച്ചിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഫില്ല് ചെയ്ത സംഭവം എടുത്തിട്ട് ഇതുപോലെ മൈദ മാവിൽ മുക്കിയതിന് ശേഷം സേമിയത്തിൻ്റെ കോട്ട് ചെയ്തിട്ട് എല്ലാം ഒരുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ ഏത് മസാല ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷേങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് ഈ മസാലക്കൂട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ പേക്കാക്കി എടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള പ്രകാരം പേക്കാക്കി കൊടുക്കലാണ് നമ്മൾ ചെയ്യാറ്. ഇതിൽ 25 വേണം. അതുകൊണ്ട് ഞാൻ 25ൻ്റെ രീതിക്ക് തന്നെ പേക്കാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ 2 പേക്കും കൂടെ ആക്കിയിട്ട് അത് ഫ്രീസറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഈ പണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം വേണം ബാക്കി പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തീർത്തിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ ഇതാ ഞാൻ അതൊക്കെ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചതിന് ശേഷം കുഴലപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ട് പരത്തി റെഡിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഇതുപോലെ കൂട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഫസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എണ്ണ വെച്ചിട്ട് ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുഴലപ്പം എല്ലാം ഫുള്ള് പരത്തി റെഡിയാക്കിയതിന് ശേഷം ഇതാ കാജയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവും കുഴച്ചെടുത്തിട്ടുണ്ട്. അതും ഞാൻ പരത്തിയിട്ട് ഫുള്ളൊന്ന് മുറിച്ചിട്ട് തടുപ്പയിലേക്ക് മാറ്റിയിടുന്നുണ്ട്. ഇതൊന്നും നടക്കുന്ന സമയത്ത് അനിയത്തി വീട്ടിലില്ല കേട്ടോ. അവൾക്ക് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അവളെ മോൻ്റെ സ്കൂളിലേക്ക് മോനെയും കൂട്ടിയിട്ട് പോയിന്. ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ശനിയാഴ്ച സ്കൂളിൽ ക്ലാസ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും സ്കൂളിലേക്ക് പോയിന്. അപ്പോൾ ഞാൻ തനിയെയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെ ആ നാസ്ത കഴിച്ചത് മാത്രം. അങ്ങനെ ഇതാ കുഴലപ്പത്തിനുള്ള മാവൊക്കെ സെറ്റാക്കി അത് പരത്തി കോട്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഇതാ എണ്ണയൊക്കെ തീമ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് ബാക്കി പരിപാടി. എണ്ണയൊക്കെ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാജയാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ പറയാറുണ്ട് കാജ ഫ്രൈ ചെയ്യുമ്പോൾ അത് നല്ല പോലെ ലെയറായിട്ട് കാണുന്നില്ല, എല്ലാം ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ കാജ പരത്തി അതേ സ്പോട്ടിന് ഇതുപോലെ എണ്ണയിലിട്ടെടുത്താൽ നല്ല പോലെ നിങ്ങൾക്ക് ലെയർ കിട്ടും. പരത്തിയിട്ട് പിന്നെ അതിൻ്റെ ഇതൊക്കെ റോളാക്കിയതിന് ശേഷം ഒരുപാട് ടൈം അവിടെ വെയിറ്റ് ചെയ്ത് വെച്ചിനെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് കിട്ടൂല. കുറേ സമയം വെക്കാണ്ട് സ്പോട്ടിന് ഫ്രൈ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് കാജ കിട്ടും. പിന്നെ കുഴലപ്പത്തിനാണെങ്കിൽ അത് കുറച്ച് അവിടെ വെക്കണം, എന്നാലേ നല്ല കുഴലപ്പം കിട്ടും. ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ ഓരോന്ന് ചുടുന്നതിന് ഓരോ സ്റ്റൈലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഇതാ ഞാൻ വേഗം കുഴലപ്പവും കാജയും ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട്. കാജ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കുഴലപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. എനിക്ക് അപകടം പറ്റിയതറിഞ്ഞ് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ആമയും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം. എന്നെ അറിയാത്തവരും എന്നെ കാണാത്തവരുമായ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. എനിക്ക് എന്താണെന്ന് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തുടർന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം ശരിക്കും എല്ലാം റാഹത്താകുന്നത് വരെ. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ ഒരു കൊറിയറൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുഴലപ്പൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഫസ്റ്റ് കുഴച്ച് വെച്ച കേക്ക് ഉണ്ടല്ലോ അതാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതും വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. ഇതൊന്നും പിന്നെ ആ ദിവസത്തെ ഓർഡറല്ലായിരുന്നു കേട്ടോ. ശനിയാഴ്ച ഉണ്ടാക്കിയതാണെങ്കിലും ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. അതായത് പിന്നെ ശനിയാഴ്ച വൈകുന്നേരം എനിക്ക് പോയാൽ ഞായറാഴ്ച വൈകുന്നേരം വരാലോ എന്നില്ല
പിന്നെ ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചത്. ഞായറാഴ്ച അവൾ കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ കേക്കും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപകടം നടന്നതിന് ശേഷമുള്ള ഒരു വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല. കാരണം എടുക്കാനാണെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടായിന്. കാരണം ആ ദിവസം മുതൽ ഇന്ന് വരെയും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും. കണ്ടൻറ്റ് എനിക്ക് ഇല്ലാണ്ടില്ല, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. കണ്ടൻറ്റിനുള്ള ഐറ്റംസും ഉണ്ട് എനിക്കിഷ്ടം പോലെ. പക്ഷേ എൻ്റെ ആക്സിഡൻ്റ് എനിക്ക് ആഘോഷമാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല, ഒരു കാര്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഇതിലാണ് ഞാനുള്ളത്. പിന്നെ ഇതാ ഞാൻ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കാജിയും കേക്കും കുഴലപ്പവും ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം 3 മണി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കുമ്പോൾക്ക്. എന്നിട്ട് അത് വേഗം ഒന്ന് പാക്കിംഗ് ആക്കി വെക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അനിയത്തി അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിന്. ഞാൻ വേഗം ആ അടുപ്പത്ത് തന്നെ ഫ്രൈ പാൻ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറിയിട്ട് ഇതൊക്കെ ഞാൻ ഓരോ കിലോനാക്കിയിട്ട് തൂക്കിയിട്ട് അവിടെ പാക്ക് ചെയ്ത് വെക്കുന്നത്. എന്നാൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാകല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് വേഗം ഇതൊക്കെ പാക്കിങ് ചെയ്ത് വെച്ചാൽ അപ്പോൾ തന്നെ ടൈമും 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളിയും ഇതൊക്കെ വെളുത്തുള്ളിയൊക്കെ അനിയത്തി തൊലി കളഞ്ഞിട്ട് അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഉള്ളിലേക്ക് അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതൊക്കെ കട്ട് ചെയ്ത് ഡ്രാഗൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പത്തിലാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്യേണ്ടത്. ഓരോ ഐറ്റംസിനും ഓരോ രീതി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആണല്ലേ. അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ വലിയ സൈസാക്കിയിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ചെറുതായി കുനുകുന അരിയണം. അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാനൊന്നും പാടില്ല കേട്ടോ. അതേപോലെ തന്നെ പച്ചമുളകും ചെറുതായി അങ്ങ് അരിഞ്ഞെടുക്കണം. ഓരോന്നും ഞാൻ അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഓരോ പ്രാവശ്യവും ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഇട്ടുകൊണ്ടും കോരിക്കൊണ്ടും നിൽക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് മിൽമ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വറ്റൽമുളക് അതുകൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അണ്ടിപ്പരിപ്പില്ലേ അത് കുറച്ചധികം ഇടണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഉള്ളി മുറിച്ചത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിങ്ങനെ തന്നെയാണ് ഉള്ളിയൊക്കെ മുറിച്ചത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലോണം വഴയൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് വഴഞ്ഞാൽ മതി. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതാ പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചധികം ആക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ എനിക്കിത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇത് ആർക്കും കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമമാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടും ആർക്കും കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള വിഷമം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ വീഡിയോസൊക്കെ ഇപ്പം കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ടേസ്റ്റിലാക്കിയിട്ട് ആർക്കും ഒന്ന് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, ഇത്ര അധികം ക്വാണ്ടിറ്റിയിലാക്കിയിട്ടും. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പൊറോട്ടയും ഡ്രാഗൺ ചിക്കനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് പക്ഷേ ആർക്കും തിന്നാൻ വേണ്ടി പറ്റിയിട്ടില്ല, ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട്. പിന്നെ ഇത് അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇട്ട് കൊടുക്കണം, കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയാൽ നമ്മളെ ഡ്രാഗൺ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായതിന് ശേഷമാണ് ഇത് പാത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളമ്പുന്ന സീനാ കാണുന്നത്. പക്ഷേ ഇത് കൊണ്ടുപോയതേലും എവിടെയും എത്തിയിട്ടില്ല, ഫുള്ളും മണ്ണും ഇതൊക്കെ ആയിട്ട് ചില്ലും ഒക്കെ ആയിരുന്നു ഇതിൽ. അതുകൊണ്ട് തിന്നാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചത്, എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്നൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ.